നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെയുള്ളവർ നമ്മളോട് ദേഷ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ സ്നേഹക്കുറവ് കാണിക്കുമ്പോഴോ ഒക്കെ ചെയ്തിട്ടുള്ള സന്ദർഭങ്ങളിൽ ഒരിക്കലെങ്കിലും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും, പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഓർത്തെടുക്കാൻ പറ്റും. ഇന്നിപ്പം ചെടികളെ ഒന്നും നനയ്ക്കണ്ട, അല്ലെങ്കിൽ നല്ല ഭക്ഷണം നാം ഉദ്ദേശിച്ചിട്ടുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട, ഇത്തിരി ബുദ്ധിമുട്ടി ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട, എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണ്ട, നായ്ക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണ്ട, അതെല്ലാം നമ്മൾ ഒഴിവാക്കും. ചിലപ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക്, ഭാര്യമാർക്ക്, അമ്മമാർക്കൊക്കെ അത് അനുഭവം ഉണ്ടാവും. പരിഭവം എന്നുള്ള പേരിൽ നമ്മൾ ഇങ്ങനെ മാറ്റിവെക്കും. അപ്പം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഈ ചെടികൾക്ക് അത് മനസ്സിലാകും. അവരെ നനയ്ക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ അവർക്ക് മനസ്സിലാകും. പൂച്ചക്കുട്ടികൾക്കും നായ്ക്കുട്ടികൾക്കും ഒക്കെ അത് മനസ്സിലാവും. അവരും പരിഭവിക്കും നമ്മളോട്, ഇന്നലെ എനിക്ക് തന്നില്ലല്ലോ. പിറ്റേ ദിവസം നമ്മൾ സ്നേഹം കൂടാൻ ചെല്ലുമ്പോൾ ആ ഒരു വ്യത്യാസം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്കത് അറിയാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ എങ്ങനെയാണ് അവർ അറിയുന്നുണ്ട്, നമ്മൾ സ്നേഹം കാണിക്കുമ്പോൾ അവർ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പരിഭവവും അവർ അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ചില നായ്ക്കുട്ടികളൊക്കെ കടിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നില്ലേ. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ സ്നേഹമായിരിക്കില്ല ആ ഒരു മൊമെൻറ്റിൽ അവരെ കാണുമ്പോഴോ അവരോട് അടുത്തിടപഴകുമ്പോഴോ, അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തുനിന്ന് ഒരു നായ്ക്കുട്ടി കടിച്ചു എന്നൊക്കെ വാർത്ത കേൾക്കുന്നതുമൊക്കെ ഒരുപക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലായിരിക്കും. നമുക്കൊരു ഭയമോ അല്ലെങ്കിൽ ദേഷ്യമോ ഒക്കെ അവരോട് തോന്നുന്ന സന്ദർഭങ്ങളിലായിരിക്കും ഇങ്ങനെ കടിച്ചിട്ടുണ്ടാവുക. പിന്നെ അബദ്ധത്തിൽ കളിക്കുമ്പോൾ ഒക്കെ സംഭവിക്കുന്നത് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അപ്പം ഇതെല്ലാം നമ്മുടെ വിചാരങ്ങൾ അവരിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടുന്നുണ്ട്, അവരറിയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അത് നമ്മൾ മനസ്സിലാക്കണം. ചെടികളെ ഇപ്പം നാം ധാരാളം വെള്ളമൊക്കെ കൊടുത്ത് നല്ല സ്നേഹത്തോടെ പരിപാലിക്കുന്ന ചെടികൾ വേഗം പുഷ്പിക്കുകയും പിന്നെ ഫലമുണ്ടാകുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ശ്രദ്ധിച്ചാൽ എന്തും വളരെ ക്ലോസായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്കിതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ആ ഒരു സ്നേഹം ഈ പക്ഷി മൃഗാദികളിലേക്കും വൃക്ഷലതാദികളിലേക്കും ഒക്കെ വ്യാപിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പരിഭവം എന്നുള്ള പരിഭവിക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നാം ചെയ്യേണ്ടതായ അപ്പം മറ്റൊരാൾ നമ്മളോട് മിസ്ബിഹേവ് ചെയ്തു എന്നുള്ള ഇതുകൊണ്ട്, അല്ലെങ്കിൽ സ്നേഹക്കുറവ് കാണിച്ചു എന്നതുകൊണ്ട് നാം അത് തന്നെയാണല്ലോ ഇവരോടൊക്കെ ചെയ്യുന്നത്. നമ്മുടെ പൂച്ചക്കുട്ടികളോടും നായ്ക്കുട്ടികളോടും ചെടികളോടും ഒക്കെ നാം ഈ പരിഭവം കാണിക്കുവാണല്ലോ എന്നൊന്ന് തിരിച്ചറിയുക. അവർ നാം വിഷമിക്കുന്ന പോലെ നമ്മുടെ ആ വിഷമം അവരിലും നല്ലൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ടാകാം. അതും തിരിച്ചറിയുക. എല്ലാറ്റിനെയും സ്നേഹിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പതിയെ വരിക. അത് നമുക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ മനസ്സിലാവും. ഈ ചെടികളെയും ഒക്കെ നമ്മളുടെ സാന്നിധ്യത്തിൽ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളെയും ഒക്കെ ശ്രദ്ധിക്കാൻ, ചെടികളെയും ഇങ്ങനെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെയും ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കത് പതിയെ മനസ്സിലാവും. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പം ഇവിടെ എൻ്റെ വീട്ടിലുള്ള പൂച്ചക്കുട്ടികളൊന്നും ഞാൻ വാങ്ങി വളർത്തുന്നതല്ല, ഇത് താനേ വന്നതാണ്. അപ്പം താനേ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരെല്ലാം നമ്മുടെ ലീനിയേജിൻ്റെ അല്ലെങ്കിൽ ഒരു കർമ്മയുടെ ഭാഗമായിട്ട് വരുന്നതാണെന്നാണ്. അപ്പം അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. നമ്മുടെ മുജ്ജന്മങ്ങളിലുള്ള ബന്ധങ്ങൾ കൊണ്ടാണത്രേ ഈ നായയായിട്ടും പക്ഷിയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ ജന്മമെടുത്ത് നമ്മുടെ വീടുകളിലേക്കൊക്കെ വരുന്നവർ അധികാരത്തോടെ കയറി വരുന്നവരാണത്രേ. അപ്പം നമ്മുടെ സ്നേഹത്തിനും നമ്മളുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണ കാര്യങ്ങൾക്കും ഒക്കെ അവർ അവകാശികളാണ്. അപ്പോൾ അവകാശം പറഞ്ഞാൽ അവർ വരുന്നത്, അതും മനസ്സിൽ വയ്ക്കുക. പിന്നെന്താ പറയുക, ആ ഒരു ഒബ്സർവിങ് അല്ലെങ്കിൽ അവെയർനെസ്സോടുകൂടി ഓരോന്നിനെയും ശ്രദ്ധിക്കാൻ, ജീവജാലങ്ങളെയും പ്രകൃതിയെയും ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ സ്നേഹം ഇങ്ങനെ നിറയാൻ തുടങ്ങും. അതൊരു വലിയ സന്തോഷം, അങ്ങോട്ട് സ്നേഹം കൊടുക്കുക എന്നുള്ളതൊരു വലിയ സന്തോഷം ആണെന്ന് നമുക്ക് തിരിച്ചറിയുവാനും സാധിക്കും. കിളികളുടെ സ്വരം ഇങ്ങനെ കേൾക്കാം, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്.
ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്.